ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുക. അതായത് ഒരുപാട് ലഗേജും ബഗേജും അതുപോലെ ബാഗും ഒക്കെ ആയിട്ട് ഒരുപാട് യാത്ര ചെയ്ത്, കാരണം ഒരു 4-5 ടൈപ്പ് ഷൂ, കുറേ പാൻറ്റും ഷർട്ടൊക്കെ ആയിട്ട് നമ്മളൊരു ട്രാവൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. പലപ്പോഴും ചിലപ്പോൾ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ എന്താ പറയുക, നമുക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ ലഗേജ് എത്താത്ത പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇത് എത്തിയോ ഇല്ലയോ ടെൻഷൻസും അതുപോലെ ഡിലേസ് ഒക്കെ വരും. പിന്നെ ഇതൊക്കെ ആയിട്ട് നടക്കുമാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മലേഷ്യ അതുപോലെ ക്രാബി ഫുക്കറ്റ് ഒക്കെ പോയ സമയത്ത് 7 kg മാത്രം, അതായത് നമ്മൾ ക്യാബിനിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ലഗേജ് മാത്രം എടുത്തിട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ ടിക്കറ്റിൽ ഒരുപാട് കുറവ് കിട്ടി. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇപ്പോൾ ബസ്സിനൊക്കെ ആയിരിക്കും, ഇപ്പോൾ ക്രാബി ഫുക്കറ്റ് ബസ്സിനൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇതൊക്കെ കൂടി കെട്ടി വലിച്ച് നമ്മളൊരു പേറി പോകേണ്ട ആവശ്യം നമുക്ക് വരില്ല. കാരണം നോർമലി നമ്മൾ അവിടുത്തെ ലോക്കൽ ബസ്സിലൊക്കെ ആയിരിക്കും യാത്ര ചെയ്യുക. അതാണ് നമ്മളൊരു നാട് കാണാൻ ഏറ്റവും ഇഷ്ടം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ യാത്ര പോയ സമയത്താണ് നിക്കോൺ C52 പോയത്. കഴിഞ്ഞ നമ്മളെ കയ്യിൽ നിക്കോൺ C52 കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവൽ പോയി ഏകദേശം 8-9 ദിവസത്തോളം ട്രാവൽ ചെയ്ത് ഒരുപാട് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ കൂടെ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഞാൻ നെജ്മു ഫോർ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോഡി തന്നെ ചെറിയ, നമുക്ക് എന്താ പറയുക, APC സൈസ് ബോഡി ആയതുകൊണ്ട്, ബോഡി പ്ലാസ്റ്റിക് ബോഡിയാണ്, APC സൈസ് ബോഡി ആയതുകൊണ്ട് തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. വിത്ത് അതിൻ്റെ കിറ്റ് ലെൻസ് നമുക്ക് ചെറിയ ഒരു വെയിറ്റ് മാത്രമേ, മേ ബി 500 ഗ്രാമിൻ്റെ താഴേക്ക് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ ഞാനൊരു 35mm 1.4 ലെൻസും കൂടെ, അതും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നിക്കോൺ തന്നെ ഒരു ലെൻസും കൂടെ കൊണ്ടുപോയത്. അപ്പോൾ അത് രണ്ടിൻ്റെയും കുറച്ച് റിവ്യൂസും ഫോട്ടോസൊക്കെയാണെന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് ട്രാവൽ ചെയ്തു പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്യാമറയായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മളെ ചെക്കിനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ടിൽ കസ്റ്റംസിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടാവും. ആ കസ്റ്റംസ് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ക്യാമറ, നമ്മുടെ കയ്യിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മളവിടെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ക്ലിയറൻസ് എഴുതി വാങ്ങുന്നത് എപ്പോഴും നല്ലതാണ്. അതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെടുത്ത് ഉള്ള ക്യാമറകൾ മേ ബി നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ മേ ബി ഡ്യൂട്ടി അടക്കാൻ പറയും. അപ്പോൾ അതൊരു വലിയൊരു സംഖ്യ ആയിട്ടായിരിക്കും നമുക്ക് വരിക. വലിയൊരു ഡ്യൂട്ടി ഇന്ത്യയിലുള്ളതുകൊണ്ട് തന്നെ വലിയൊരു സംഖ്യ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ അവരോട് ഇത് നമ്മൾ കൊണ്ടുപോയതെന്ന് പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. കാരണം അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. മാത്രമല്ല നമ്മൾ തുണ പറയുകയാണെന്നുള്ളത് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടുന്ന് വാങ്ങിയ ബില്ലോ അല്ലെങ്കിൽ സാധനങ്ങളോ ഇതന്നെ ആയിക്കോളണമെന്നൊന്നുമില്ല. അതൊന്നും ബില്ലൊന്നും നമ്മളെപ്പോഴും യാത്ര ചെയ്യില്ല. മാത്രമല്ല ചിലപ്പോൾ അവർ സ്വീകരിച്ചോളണമെന്നില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ അത് നമ്മൾ എന്താ പറയുക, കസ്റ്റംസിൻ്റെ ഒരു സ്പേസ് ഉണ്ടാവും നമുക്കിത് ഡിക്ലെയർ ചെയ്യാനുള്ള. അവിടെ പോയി കൊടുത്താൽ അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളിത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഡിക്ലറേഷൻ തരും. ആ പേപ്പർ എപ്പോഴും നമ്മൾ കയ്യിൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് ഒന്നാമത്തെ കാര്യം ട്രാവൽ ചെയ്യുമ്പോൾ. പിന്നെ നമ്മളെ വില കൂടിയ സാധനങ്ങൾ, നിങ്ങൾ ഇനി ലഗേജ് കൊണ്ടുപോകുന്ന സാധനങ്ങളാണെങ്കിൽ ക്യാമറ ലെൻസൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ല ഹാർഡ് കേസിലൊക്കെ സൂക്ഷിച്ച് വേണം കൊണ്ടുപോകാൻ. അതെല്ലാം നമ്മൾ ക്യാബിൻ ബാഗേജിലിട്ടാണെങ്കിൽ നമ്മൾ നോർമലി നമ്മളെ ബാഗിലിടാം. മാത്രമല്ല ഒരു ക്യാമറയും ലെൻസൊക്കെ ആണെങ്കിൽ അത് ക്യാമറയുടെ സ്ട്രാപ്പിൽ തന്നെ നമ്മൾ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന ഈ ലഗേജിൽ അത് ഉൾപ്പെടുത്താൻ സാധ്യത കുറവാണ്. കാരണം അത് നമ്മുടെ കയ്യിലുള്ള ബാഗ് വെയിറ്റ് നോക്കുമ്പോൾ ബാഗ് മാത്രമേ നോക്കുള്ളൂ. നമ്മുടെ കയ്യിലൊരു എക്സ്ട്രാ ചെറിയൊരു പൗച്ചോ അതല്ലെങ്കിൽ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എക്സ്ട്രാ നമ്മളെ തോളിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ക്യാമറ അങ്ങനെ ക്യാമറ സ്ട്രാപ്പിൽ തോളിലിട്ടു. പിന്നെ എൻ്റെ ബാഗിൽ ചെറിയൊരു പൗച്ച്, പാസ്പോർട്ടൊക്കെ ഒക്കെ ഉള്ള പൗച്ചിൽ ഞാനൊരു പവർ ബാങ്ക് ഇട്ടിരുന്നു. അപ്പോൾ ഒരു വലിയൊരു വെയിറ്റ് ആയി തന്നെ ഒഴിവായി കിട്ടി. അങ്ങനെയാണ് ട്രാവൽ ചെയ്തത്. ട്രാവൽ ചെയ്ത് ചെന്നാലും നമുക്ക് സൗകര്യം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ തോളിലിട്ട് നടന്നാൽ നമുക്കത് ഫീൽ ചെയ്യില്ല. പിന്നെ ആദ്യം എത്തിയത് മലേഷ്യ കോലാലംപൂരാണ്. കോലാലംപൂർ എത്തിയിട്ട് സ്ട്രീറ്റിൽ ഞാൻ കണ്ട കുറേ നമ്മുടെ നാട്ടിലില്ലാത്ത കുറേ വണ്ടികളും തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ തന്നെ ആണെങ്കിലും ടാറ്റ ഹിയാസ് എന്ന് പറഞ്ഞ വാനൊക്കെ നല്ല രസമായിട്ടുള്ള വാനുകളൊക്കെ ഉണ്ട്. അതുപോലെ പല ടൈപ്പ് ഓഫ് ബൈക്കുകളുണ്ട്. നമ്മൾ കാണാത്ത ടൈപ്പ് ഓഫ് നല്ല ഭംഗിയുള്ള ബൈക്കുകളും കാര്യങ്ങളും വണ്ടികളും. നമ്പർ പ്ലേറ്റ് തന്നെ ഒരു ഡിഫറൻ്റ് ആണ് ഇവിടുത്തെ. അപ്പോൾ ഇതിലൊക്കെ ഞാൻ പറയുന്ന സമയത്തും ഫോട്ടോസ് ആഡ് ചെയ്യുന്നതൊക്കെ നിക്കോൺ C50 വിത്ത് കിറ്റ് ലെൻസ്. ചില സമയങ്ങളിൽ ഞാൻ 35mm യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രൂട്ട് സ്റ്റാളിൻ്റെ പടർക്കുമ്പോഴും ചില വീഡിയോ എടുക്കുമ്പോഴൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ, മലേഷ്യ കോലാലംപൂർ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം അവിടുത്തെ ടിൻ ടവറാണ്. പെട്രോണാസ് ടവർ എന്ന് പറഞ്ഞ ടിൻ ടവറാണ്. ടിൻ ടവറിൽ പോയി നോക്കുമ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. നമ്മളെ ക്യാമറ ഉപയോഗിച്ച് കുറേ ഫോട്ടോസ്, ഇപ്പോൾ നൈറ്റിലൊക്കെ ആണെങ്കിൽ JPG എടുത്ത ഫോട്ടോസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. JPG എടുത്ത ഫോട്ടോസ് അതുപോലെ അതിൻ്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല ക്ലാരിറ്റിയിൽ, ലോ ലൈറ്റിൽ, പിക്സൽസ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല വീഡിയോ കിട്ടുന്നുണ്ട്. അതും കിറ്റ് ലെൻസ് ആണ് ഇതിനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കുറേ ഫോട്ടോസ് കിട്ടി. പിന്നെ ഞങ്ങൾ ലൈറ്റൊക്കെ വന്നതിന് ശേഷം കുറേ ആൾക്കാർക്ക് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ആളുകളാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ഒരു ടീമിനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ഇംഗ്ലീഷുകാർ വന്നിട്ട് ക്യാമറയിൽ ഫോട്ടോ ഒക്കെ ഉണ്ട്, അവരെടുത്ത് കൊടുത്തു, ഫോട്ടോസ് എടുത്തു. അതുപോലെ ഞാൻ മാളിൽ നിർത്തിയിട്ട് ഒറ്റയ്ക്ക് ഫോട്ടോസ്, അതും ലോ ലൈറ്റിൽ തന്നെ ഇട്ടിട്ട് ക്യാമറൻ്റെ മുകളിൽ ചെറിയൊരു ഫ്ലാഷും കൂടെ വരുന്നുണ്ട്. ആ ഫ്ലാഷും കൂടെ യൂസ് ചെയ്തിട്ടുകൊണ്ട് തന്നെ ഫേസിലേക്കും നല്ല ലൈറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ട്രാവൽ പിക്ചേഴ്സ് ഒക്കെ എടുക്കാൻ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ആ വരുന്ന ലെൻസ് ശരിക്കും കിറ്റ് ലെൻസ് 1655 ആണെങ്കിലും
നല്ല ഔട്ട്പുട്ടാണ് ആ ഒരു ലെൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതിന് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ നന്നായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഒക്കെ നമ്മൾ കയ്യിൽ പിടിച്ചിങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റെബിലൈസേഷനിൽ ക്യാമറയിൽ നിങ്ങൾക്കറിയാം, ക്യാമറയിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ശരിക്കും ക്യാമറയ്ക്ക് ഗിംബൽ ഉപയോഗിക്കണം. നമ്മൾ ഐഫോണിലൊന്നും എടുക്കുന്ന പോലെയല്ല, അത്ര സ്റ്റെബിലൈസേഷൻ ഒരു ക്യാമറയിൽ ഉണ്ടാവില്ല, എത്ര സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലുള്ള ഒരു എക്സ്ട്രീം സ്റ്റെബിലൈസേഷനാണ് മിക്കപ്പോഴും ഞാൻ ഇട്ടിട്ടുള്ളത്. ആ ഇട്ടിട്ടാണ് ഒരുപാട് പടങ്ങളും വീഡിയോസൊക്കെ കാണുന്ന നൈറ്റിലുള്ള ഫോട്ടോസും സ്ട്രീറ്റിലുള്ള ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിലൊക്കെ എടുത്തത്. മലേഷ്യയിലും തായ്ലാൻഡിലാണെങ്കിൽ ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഇവിടുത്തെ ഫ്രൂട്ട്സ് കടകൾ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് ഡയറ്റിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫ്രൂട്ട്സുകൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്തു. അപ്പോൾ അതുപോലെ അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്പെഷ്യൽ അവിടുത്തെ ഒരു മാങ്ങ ഉണ്ട്. ആ മാങ്ങ അവിടെ കാണുള്ളൂ. പിന്നെ ഒരു ഗ്രീൻ ടൈപ്പ് മാങ്ങ മാത്രമേ വേറെ കണ്ടുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ഒരു എന്താ അതിൻ്റെ അണ്ടിയൊക്കെ ചെറുതാണ്, അത്ര നല്ല എന്താ ഫ്ലഷ് ആയിട്ടുള്ള നല്ല മീറ്റുള്ള ഒരു നല്ല ഒരു മാങ്ങ എടുത്തു കഴിഞ്ഞാൽ 1/2 കിലോ ഉണ്ടാവും. അത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് അതിൽ തന്നെ പോകും. അങ്ങനത്തെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള മാങ്ങ തായ്ലാൻഡിലും ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ ഫുക്കറ്റിൽ നിന്ന് കുറേ ആൾക്കാരുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടിയിൽ ഈ സാധനം ഈ മാങ്ങ അങ്ങനെ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ കാണുന്നത് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത്. കാരണം തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ലഗേജ് ഉണ്ടായിരുന്നു. ശരി, എനിക്ക് അവിടുന്ന് ഒരു ഡ്രോൺ കൊണ്ടുവരാനും അതുപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ മാത്രമാണ് ലഗേജ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒറ്റ ലഗേജ് മാത്രം. അപ്പോൾ അതിൽ സാധനങ്ങളൊക്കെ ഇട്ട് ലഗേജ് കിട്ടും. ഞങ്ങൾ അതുപോലെ ബാഗൊക്കെ ഇട്ട് ഫ്രീ ആയിട്ട് സുഖമായിട്ട് യാത്ര ചെയ്ത് വരികയാണ്. അവിടുന്ന് കഴിഞ്ഞ് ക്രാബിയിൽ പോയി കഴിഞ്ഞാൽ ക്രാബിയിൽ താമസിക്കുന്ന സ്ഥലം നല്ലൊരു പഴയ ഒരു ടൈപ്പിലുള്ള അവരുടെ ഒരു പരമ്പരാഗത രീതിയിലുള്ള തായ് സ്റ്റൈലുള്ള നല്ലൊരു റിസോർട്ടായിരുന്നു. വലിയ ക്രാബിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര എക്സ്പെൻസീവ് അല്ല റിസോർട്ടൊക്കെ. ഒരു നാട്ടിൻ സ്ഥലം പോലത്തെ ഒരു സ്ഥലമാണെങ്കിലും ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട് അവിടെ നമുക്ക് രാത്രി ചെന്നപ്പോൾ ഫയർ ഡാൻസ് നടക്കുന്നുണ്ട്. ആ ഫയർ ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തത് ശരിക്കും ആ ലോ ലൈറ്റിൻ്റെ പെർഫോമൻസ് ശരിക്കും ഈ ക്യാമറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല ആ കൂടെ നിൽക്കുന്ന ആ ഒരു ഇംഗ്ലീഷുകാരി സ്ത്രീയുടെ ഫേസൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്, ചെയ്യുന്നവരെ കാണുന്നുണ്ട്, ഫയറിൻ്റെ ഒക്കെ ശരിക്കും ഔട്ട്പുട്ട് ശരിക്കും വരുന്നുണ്ട്. അതുപോലെ സ്ലോ ഷട്ടർ ആക്കിയിട്ട് ഞാൻ വെറുതെ ഷട്ടർ ഇങ്ങനെ കുറച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ടാട്ടോ 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ ഷട്ടർ കുറച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് തന്നെ ക്ലിക്ക് ചെയ്ത പടങ്ങൾ ഒരു ഷെയ്ക്കും ഇല്ലാത്ത രീതിയിൽ നമുക്ക് രാത്രിയുള്ള ഫയറിൻ്റെ ഒക്കെ വർക്കുകളും സാധനങ്ങളൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റി. പിന്നെ സ്ട്രീറ്റിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ വേറെ രസം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയുള്ള ചെറിയ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകണം പിക്കപ്പൊക്കെ അവർ മാറ്റിയിട്ട് ആൾക്കാർക്ക് ഇരിക്കണ പോലെ അതവിടെ അനുവദനീയമാണ് തോന്നുന്നു. ആ പിക്കപ്പിലൊക്കെ സീറ്റൊക്കെ ഇട്ട് എന്ത് പിക്കപ്പ് ഏത് തരത്തിലുള്ള ഈ വാഹനമാണെങ്കിലും ഭയങ്കര മ്യൂസിക് സിസ്റ്റമാണ് അതിൻ്റെ ബാക്കിലൊക്കെ പാം 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 എന്ന് പറഞ്ഞിട്ട് മ്യൂസിക് അടിച്ചിട്ട് തന്നെ. അത് ഇനി ഫുക്കറ്റിലെ നൈറ്റ് സ്ട്രീറ്റിൽ പോയപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ യാത്ര ചെയ്യുന്ന എന്താ പറയുക യാത്രക്കാരും അത് ആസ്വദിച്ച് കൂടെ തുള്ളിയിട്ടും ആടിയിട്ടൊക്കെയാണ് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾ നമുക്ക് ടാക്സി ടുക് ടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും കാണാൻ പറ്റും. അവർ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി നമ്മൾ വിളിച്ച് പോവുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചാർജ് തന്നെ ഉണ്ട്. എന്നാലും ചെറിയ ലോക്കൽ ട്രിപ്പിനൊക്കെ പറ്റും. അതെല്ലാം നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ടാക്സി നിങ്ങൾ ഓൺലൈനിൽ പിടിക്കുകയാണെങ്കിൽ ക്രാബ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ക്രാബ് ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഫുഡ് കിട്ടും. ബൈക്കിൽ നമ്മൾ കൊണ്ടുവിട്ടരും, ഒറ്റക്കൊക്കെ ഉള്ളെങ്കിൽ ബൈക്കിൽ നമ്മൾ കൊണ്ടുവിട്ടരും. അതല്ലെങ്കിൽ കാറ് വന്നിട്ട് കൊണ്ടുപോകും. അതിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളിവിടെ ഓലയൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു സാധനമാണ് മലേഷ്യയിലാണെങ്കിലും. പിന്നെ പിറ്റേ ദിവസം മലേഷ്യയിലാണെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾ പോയത് ബാട്ടു കേവ്സിലാണ്. ബാട്ടു കേവ്സിൽ പോയിട്ട് അവിടുത്തെ ആ ഒരു എന്താ ഒരു ഗുഹയാണ്, ഒരു ഗുഹ പോലത്തെ ഒരു സംഭവമാണ്. ഒരു മുരുകൻ്റെ ഒരു പ്രതിഷ്ഠ ഒക്കെ ഉണ്ട് ഫ്രണ്ടിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ഗുഹ പോലത്തെ ഒരു സ്ഥലത്ത് അവിടുന്ന് നമ്മൾ ഇത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ കാരണം ആ ഗുഹയിൽ നിന്ന് പല സ്ഥലത്തും ലൈറ്റ് വരുന്നുണ്ട്, വെള്ളം വീഴുന്നുണ്ട്. അതിൻ്റെയൊക്കെ ശരിക്കും അതിൻ്റെ ആ ലൈറ്റും ഷാഡോസും തമ്മിലുള്ള ആ ഡിഫറൻറ്റ് നമുക്ക് അധികം ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 35mm 1.4 നിക്കോൺ ഉപയോഗിച്ചിട്ട് കുറച്ച് പോർട്രേറ്റ് ഫോട്ടോസൊക്കെ. ഇപ്പോൾ ഈ കാണുന്ന നമ്മളൊരു ആസ്ട്രേലിയക്കാരത്തെ ഒരു സ്ത്രീയാണ്. കാരണം നമ്മൾ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങളെ കുറച്ച് ഫോട്ടോസ് എടുത്ത് തന്നെങ്കിൽ തിരിച്ചും ഫോട്ടോസ് എടുക്കുന്ന ഒരു പരസ്പര സഹായമായിട്ടാണ് ഞങ്ങൾ നീങ്ങിയിരുന്നത്. അപ്പോൾ അവരെ ഫോട്ടോസ് ഞാൻ എടുത്തപ്പോൾ ഇത് 35mm വെച്ചിട്ട് ഞാൻ വെറുതെ ഒരുപാട് സെറ്റിങ്സ് ഒന്നും ചെയ്തില്ല. കുറച്ച് എഫ് നമ്പർ നമ്മൾ ഏകദേശം എനിക്കോണ് 2.5 എങ്ങാണ്ട് എഫ് നമ്പർ ഇട്ടിട്ട് കുറച്ച് പടങ്ങളൊക്കെ എടുത്തു. പോർട്രേറ്റ് നല്ല ഇപ്പോൾ ക്യാമറയുടെ ക്വാളിറ്റി പറയുകയാണെങ്കിലും സൂം ചെയ്താലാണ് ക്യാമറയുടെ ക്വാളിറ്റി നമ്മൾ കാണാൻ പറ്റുക. ക്യാമറ ഈ സൂം ചെയ്ത് പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ക്യാമറയിൽ നല്ല രീതിയിൽ നമുക്ക് പോർട്രേറ്റ് കിട്ടുന്നുണ്ട്. പോർട്രേറ്റ് മോഡിൽ തന്നെ ഞാൻ മാറ്റിയിട്ടോ. ഇതിൻ്റെ വേറെ പ്രത്യേകത അതാണ്. ഈ ക്യാമറയുടെ മേലെ നമുക്കൊരു ഒറ്റ ബട്ടൺ വരുന്നുണ്ട്. അതിൽ നമുക്ക് പിക്ചർ പ്രൊഫൈൽ നമുക്ക് അത് പ്രസ് ചെയ്തിട്ട് തിരിച്ചിട്ട് ലാൻഡ്സ്കേപ്പ് എടുക്കുകയാണെങ്കിൽ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കളറിന് മാറ്റിയിട്ട് ഫോട്ടോ വീഡിയോ എടുക്കുക എന്നുള്ളത് ഇതിൻ്റെ വേറൊരു കാര്യം. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഫോട്ടോസ് പിന്നെ നമ്മളിത് ഗ്രേഡ് ചെയ്യാനും വേറെ കാര്യത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. ആ രീതിയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. വേറെ ഒരു ആഫ്രിക്കൻ കപ്പിൾസിൻ്റെ ഫോട്ടോ എടുത്തു. അവിടുത്തെ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ മേലെ നിന്നൊരൊറ്റ ലൈറ്റ് ഇങ്ങനെ ഒരു കുഴിക്ക് വരുന്ന പോലെ വരായതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയൊരു ഷാഡോ കണ്ണിന് താഴെയുണ്ട്. നമ്മൾ വേറെ ലൈറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഫോട്ടോസിൽ ഒരു ഷാഡോ പോലെ കാണുന്നെങ്കിലും ഹൈ ക്വാളിറ്റിയിലാണ് നമുക്ക് കിട്ടുന്ന പിക്ചേഴ്സൊക്കെ കിട്ടിയത്. അപ്പോൾ ഏത് ഫോട്ടോസ് എടുക്കുകയാണെങ്കിലും ബാട്ടു കേവ്സിൽ പോയത് ശരിക്കും ബാട്ടു കേവ്സൊക്കെ ടാക്സി ഒക്കെ വിളിച്ചിട്ട് പോകാം. പക്ഷേ
മെട്രോ ആണ് സാധാരണ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് മെട്രോയും ബസ്സുമാണ്. അപ്പോൾ നമുക്ക് KL സെൻറ്ററിൽ നിന്ന് ഒരു മെട്രോ കയറി ഇറങ്ങി കഴിഞ്ഞാൽ ബാട്ടു കേവ്സിൽ നമുക്ക് എത്താൻ പറ്റും. വളരെ ചെറിയ ചിലവിൽ മാത്രം നമുക്ക് ചെറിയ കോയിൻസ് ഇട്ട് മാത്രം ടിക്കറ്റൊക്കെ മേടിച്ചിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു രീതിയിലാണ് യാത്ര ചെയ്യുന്നത്. അതിപ്പോൾ തായ്ലാൻഡിൽ മെട്രോസ് ഇല്ലെങ്കിലും ഫുക്കറ്റിൽ നിന്ന് മെട്രോ ഇല്ലെങ്കിലും ഈ കോലാലംപൂരൊക്കെ അധികം യൂസ് ചെയ്തത് മെട്രോ ഒക്കെയാണ് യൂസ് ചെയ്തത്. പിന്നെ അവിടുത്തെ കോലാലംപൂരിൽ വേറൊരു സാധനം ഞാൻ കണ്ടത്, സ്ട്രീറ്റിൽ സൈക്കിളിൻ്റെ ഒക്കെ റെൻറ്റിന് പുറമെ നമ്മൾ ഈ എയർബോർഡ് പോലത്തെ നമ്മളെ എന്താ പറയുക ഇലക്ട്രിക് ബൈക്കുകൾ നമുക്ക് അവിടെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ക്രാബിയിൽ പോയിട്ട് നമ്മൾ അവിടുത്തെ വലിയൊരു കാര്യം തന്നെ 4 ഐലാൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്പീഡ് ബോട്ടിലോ നോർമൽ ബോട്ടിലോ പോകാൻ പറ്റിയ ട്രിപ്പ് ഉണ്ട്. അതിൽ സ്പീഡ് ബോട്ടാണ് ചൂസ് ചെയ്തത്. കാരണം സ്പീഡ് ബോട്ടിൻ്റെ ആ ഒരു രസം നമുക്ക് ആസ്വദിക്കുകയും ചെയ്യാം. പിന്നെ ഈ ലോങ് ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന നോർമൽ ബോട്ട് നമുക്ക് പതുക്കെയാണ് പോവുക. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ അരമണിക്കൂർ സ്പീഡ് ബോട്ട് പോകുന്നത് മേ ബി 1-1.5 മണിക്കൂറൊക്കെ നമ്മൾ ഇതിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ബോറടിച്ച് പോകേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് ബോട്ടിൽ തന്നെയാണ് പോയത്. ഏകദേശം 1100 ബാത്ത് ഒരാൾക്ക് പെർ ഹെഡ്, ഒരു 2200 ബാത്ത് കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പാണ് ക്രാബിയിലെ 4 ഐലാൻഡ് ട്രിപ്പിലുള്ള. ഓരോ സ്ഥലത്തിൻ്റെയും നമ്മൾ ഓരോ പോഡ ഐലൻഡ്, ആ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐലൻഡ്സ് ഒക്കെ ഉണ്ട്. ആ ഐലൻഡിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ കേവ്സ്, അവിടുത്തെ പാറകളെ പ്രത്യേകത ഈ ചുണ്ണാമ്പ് പാറ എന്നൊക്കെ പറഞ്ഞെടുത്ത് പാറ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഉരുകിയിട്ട് ഇങ്ങനെ ഉറ്റണ പോലത്തെ ഒരു സാധനങ്ങൾ നമുക്ക് ഒരുപാട് സ്ഥലത്ത് തായ്ലാൻഡിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ കുറേ കേവ്സ് ഉണ്ട്. കുറേ ആൾക്കാർ അവിടെ കൈക്കൂടെ ഇങ്ങനെ ഒരു റോപ്പ് ഇട്ടിട്ടുണ്ട്. ആ റോപ്പിൻ്റെ മുകളിൽ കൂടി കുറച്ച് എന്താ പറയുക സാഹസികത ഇഷ്ടപ്പെടുന്നവരൊക്കെ അതിൻ്റെ റോപ്പിൻ്റെ മുകളിൽ കൂടെ ഒക്കെ കയറിയിട്ടൊക്കെ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. 3ാമത്തെ ഐലൻഡിലാണ്. അപ്പോൾ ഈ ഐലൻഡിൻ്റെ പേര് പോഡ ഐലൻഡ് എന്നാണ്. പോഡ ഐലൻഡ്. ഇവിടെയാണ് ആക്ച്വലി ഇവരെ ലഞ്ച് ബ്രേക്കൊക്കെ. അപ്പോൾ അവിടെ നിന്ന് അവർ ലഞ്ചൊക്കെ ബാക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ലഞ്ചൊക്കെ തരുന്ന ഒരു സ്പേസാണിത്. അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, കുറച്ച് തണലൊക്കെ ഉള്ള കുറേ മരങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു ഐലൻഡാണിത്. ഇവിടെ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു എന്താ പറയുക, ഒരു വലിയ പൊങ്ങി നിൽക്കുന്ന വലിയൊരു പാറക്കൂട്ട കാണാൻ പറ്റും. അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് നോക്കാം. പക്ഷേ ഈ കാബ്രിയിലെ ഈ ഒരു ഐലൻഡ്, ഈ ട്രിപ്പ്, ഈ 4 ഐലൻഡിൻ്റെ 3ാമത്തെ ട്രിപ്പ് എത്തിയപ്പോൾ ശരിക്കുണ്ടല്ല അമേസിങ് ആയിട്ടുള്ള വ്യൂസാണ് ഞാൻ കണ്ട്. നമ്മൾ പോയ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അടിപൊളി വ്യൂ ആണ്, അടിപൊളി അമേസിങ് ആയിട്ടുള്ള വ്യൂ ആണ്. അതുപോലെ സ്നൂക്കറിങ്ങൊക്കെ നമ്മളൊക്കെ ഫിഷിനൊക്കെ കാണാൻ പറ്റും. ആക്ച്വലി ഞാൻ ഗോപ്രോ ഒന്നും എടുത്തില്ല, സാധാ ക്യാമറ മാത്രമേ എടുത്തുള്ളൂ. നിക്കോണിൻ്റെ ഈ 52 മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഗോപ്രോ ഒന്നും എടുത്തില്ലേ. ഗോപ്രോ ഒക്കെ എടുക്കാമായിരുന്നു ഇപ്പോൾ എത്തിയപ്പോൾ തോന്നി. അപ്പോൾ നമുക്കൊരു ട്രിപ്പ് വരുന്ന സമയത്ത് ഗോപ്രോ ഒക്കെ എടുത്തിട്ട് വന്ന് നോക്കാം. ഫോട്ടോഗ്രാഫിയുടെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ, അമേസിങ്. അതുപോലെ നൈറ്റ് മാർക്കറ്റ് ആയാലും ഒക്കെ അടിപൊളിയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ഐലൻഡും കൂടെ പോകേണ്ട, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫോട്ടോ എടുക്കാം. ഓക്കെ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ്. നമുക്ക് കണ്ണ് പറഞ്ഞാൽ നമ്മൾ കടലൊന്നും കാണാത്ത രീതിയിലുള്ള ടൈപ്പ് ഓഫ് പാറകൾ, നല്ല പച്ചപ്പ്, നല്ല മരങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ പുല്ലും മരങ്ങളൊക്കെ പിടിച്ചിട്ട് നല്ല പല ഷേപ്പിലുള്ള നല്ല രസമുള്ള ലാൻഡ്സ്കേപ്പാണ് ഈ 4 ഐലാൻഡിൽ പോയപ്പോൾ. അതുപോലെ അവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നമുക്ക് ഫിഷിനെ കാണാനും നമുക്ക് കമിഴ്ന്നിടുന്ന് നോക്കാനും ഒക്കെ, മീൻസ് സ്നൂക്കറിങ് ഒക്കെ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അവർ ബോട്ടും തരും. അതിലൊക്കെ നമുക്ക് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്തത് ഇന്ത്യക്കാരും അതുപോലെ ശ്രീലങ്കക്കാരൊന്നുമല്ല, ബാക്കിയുള്ള രാജ്യക്കാരാണ്. കാരണം അവർ ഇതുപോലെ ബീച്ചിലേക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ, ആണുങ്ങളൊക്കെ ആണെങ്കിൽ ട്രൗസർ ഇട്ടിറങ്ങും, സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു ബിക്കിനി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കോട്ടിടും. വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവർ ചാടും. ഈ സാധനം ഇട്ടിട്ട് ചാടി അവരൊക്കെ കുളിച്ച് നീന്തി നടന്ന് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് അവർ നടക്കുന്നത്. പക്ഷെ നമ്മളിവിടുന്ന് പോണവർ അപ്പോഴും ചുരിദാറും പാൻറ്റൊക്കെ ഇട്ട് നനയാനും വയ്ക്കില്ല, ചാടാനും വയ്ക്കില്ല, വെള്ളത്തിൽ ഇറങ്ങാനും പറ്റാത്ത രീതിയിലാണ് മിക്കവാറും ഞാൻ ഇന്ത്യക്കാരെ കംപ്ലീറ്റ് അവിടെ കണ്ടത്. ഫുക്കറ്റിൽ പോയപ്പോഴും അതുപോലെ ക്രാബി പോയപ്പോഴൊക്കെ മാർക്കറ്റിൽ ഇതുപോലുള്ള മുതലയുടെ തലകളും മുതലയും ഒക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ എടുത്ത് 35 mm ഞാൻ ഈ മുതലടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് 35 mm 2 ഓപ്പണിങ് വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം അതിൻ്റെ നമ്മൾ എവിടെയാണോ ഫോക്കസ് ചെയ്ത് അതിൻ്റെ പല്ലുകളൊക്കെ ശരിക്കും ഫോക്കസ് ആയിട്ട് ബാക്കി ഫോക്കസ് ഔട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല ഈ 1.4 ലെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോ ലൈറ്റിൽ അധികം ISO ഒന്നും കൂട്ടാതെ നല്ല രീതിയിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ എന്തായാലും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരു 35 mm ഇതുപോലത്തെ 1.4 ഒക്കെ ഓപ്പണിങ്ങൾ 35 mm ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ഈവനിങ്ങിലും നൈറ്റിലും അതുപോലെ ബൊക്കെ എഫക്റ്റിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതിന് പറ്റിയ രീതിയിലാണ് ഈ ഒരു ക്യാമറയുടെ സെറ്റിങ്സ് ഉള്ളത്. പിന്നെ ക്രാബിയിൽ, പിന്നെ ഫുക്കറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഫുക്കറ്റിൽ ഞങ്ങളൊരു ജെയിംസ് ബോണ്ട് ഐലൻഡ് ട്രിപ്പൊക്കെ പോയ സമയത്ത് ഒരു ഗുഹയുണ്ട്. ഈ ഗുഹയൊക്കെ കടലിലുള്ളതാണ്. അത് നമുക്ക് നേരെ ബോട്ട് കൊണ്ടുപോയിട്ട് അവർ ഫ്രണ്ടാണ് കയറ്റിയിട്ട് റിവേഴ്സ്. അവർ എക്സ്പീരിയൻസ്ഡ് ആണ് എല്ലാ ആൾക്കാരും. അവർ നമ്മളോടൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റും ഫുഡൊക്കെ നമുക്ക് അതിൽ തന്നെ കിട്ടും. ഉച്ചക്കൊക്കെ അടിപൊളി ഫുഡായിരുന്നു, അടിപൊളി ബൊഫയും ഫുഡൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഈ ബാക്കിലേക്ക് ബോട്ട് കയറ്റിയിട്ട് ഗുഹയിൽ കയറ്റി നോക്കുമ്പോൾ നമുക്കറിയാം, ഒരു ഗുഹയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഭയങ്കര ലൈറ്റും ഉള്ളിലൊക്കെ ഇരുട്ടായിരിക്കും. അത് നമ്മൾ കണ്ണിന് കാണുമെങ്കിലും നമ്മൾ ഫോട്ടോയിൽ ക്യാമറയിൽ കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇതിൽ ഞാൻ റോൾ ഇട്ടിട്ടാണ് ഈ ഫോട്ടോ എടുത്തത്. റോൾ ഇട്ട് ഫോട്ടോ എടുത്ത് തന്നെ നമുക്ക് നല്ല ഹൈ ഡൈനാമിക് റേഞ്ചിൽ ക്വാളിറ്റി ഉള്ളത് കിട്ടിയതുകൊണ്ട് ചെറിയൊരു ഷാഡോസ് ഇൻക്രീസ് ചെയ്തപ്പോൾ
നമുക്ക് ഈ ഗുഹേൻ്റെ കംപ്ലീറ്റ് ഫോട്ടോ നമുക്ക് ഇതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ട് ഗുഹയും പുറത്തും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോ നമുക്ക് ഈ ക്യാമറ വെച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ഒരു ബോട്ടിൽ പോണതാണെങ്കിൽ സ്പീഡ് ബോട്ടിൽ പോണതൊക്കെ ആണെങ്കിൽ 120 ഫ്രെയിംസിൽ നമുക്ക് സ്ലോ മോഷൻ ചെയ്യാം. ഫുൾ HD ആണെങ്കിൽ നമുക്ക് അത്ര പറ്റില്ല, അല്ല 4K ആണെങ്കിൽ നമുക്ക് അത്ര ചെയ്യാൻ പറ്റില്ല. 120 ഫ്രെയിംസിൽ നമ്മൾ സ്ലോ മോഷൻ ചെയ്തിട്ട് സ്കൂട്ടർ പോകുന്ന പടങ്ങളൊക്കെ നല്ല സ്ലോ മോഷനിൽ എടുക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അതുപോലെ മേ ബി ഡാർക്ക് ആയിട്ടുള്ള മേഘം മൂടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നെങ്കിൽ പോലും കളർഫുൾ ആയിട്ടുള്ള ഈ ബലൂണും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് അവർ കപ്പിള് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ഫോട്ടോ എടുക്കാൻ പോയി ചോദിച്ചിട്ടൊന്നുമില്ല, കാരണം എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലല്ല. അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഞാൻ ബാക്കിൽ നിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാൻ ക്രോപ്പ് ചെയ്തിട്ട് ഇട്ട ഫോട്ടോ ആണ്. അതിലും നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. കാരണം കുറച്ച് ദൂരത്ത് നിന്ന് ക്യാമറയുടെ തന്നെ നിക്കോൺ Z50-2 കിറ്റ് ലെൻസ് ഉപയോഗിച്ചിട്ട് എടുത്ത ഒരു ഫോട്ടോ ആണ്. അത് കുറച്ച് ക്രോപ്പ് ചെയ്തിട്ട് ആ ഫോട്ടോ പോലെ നല്ല ക്വാളിറ്റി നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു അടിപൊളി ട്രാവലിംഗ് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാമറയും കൂടിയാണ്. പിന്നെ നമ്മളിതിൻ്റെ ഫോക്കസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഹൈ എൻഡ് രീതിയിലുള്ള പുതിയ ഹൈ എൻഡ് നിക്കോൺ ക്യാമറയിൽ വരുന്ന ഫോക്കസ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ പോർട്രേറ്റ് എടുത്തപ്പോൾ നമുക്ക് ഫോക്കസ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. വീഡിയോ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്യുമ്പോഴൊക്കെ ഫോക്കസ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എനിമൽ ഫോക്കസിനാണെങ്കിൽ ഈ മങ്കീസൊക്കെ ഇരിക്കണതൊക്കെ ഫോട്ടോ എടുത്തപ്പോൾ ശരിക്കും അതിൻ്റെ കണ്ണൊക്കെ നല്ല ഷാർപ്പായിട്ടുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് പേര് മങ്കീസിന് വെള്ളം കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് മങ്കിനെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ പലപ്പോഴും ഇവർ അപകടകാരികളാണ്. ഇവർക്ക് വിശന്ന് കഴിഞ്ഞാൽ ഫീഡ് ചെയ്ത് ശീലിച്ചതുകൊണ്ട് തന്നെ ഇവർ ആളുകളെ കയ്യിലുള്ള ബാഗൊക്കെ തട്ടിപ്പറിക്കാൻ നോക്കുന്നുണ്ട്. ബാഗിലുള്ള ഫുഡാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ അവിടെ നിൽക്കുമ്പോൾ ഫുഡൊക്കെ ബാഗൊക്കെ വലിച്ച് കീറി നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡ്രസ്സാന്ന് കണ്ടൊക്കെ അവിടെ ഇട്ട് കൊടുത്തിട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ വൈൽഡ് അനിമൽസിനെ ഫീഡ് ചെയ്യാന്ന് പറഞ്ഞത് പിന്നെ വരുന്ന ആളുകൾക്ക് അത് ഡേഞ്ചറാണ്. നമ്മളൊരു കൗതുകത്തിന് പഴയിട്ട് കൊടുക്കും, തിന്നുന്നത് കാണും, വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവർ അവരുടേതായിട്ട് ഫുഡ് അവർ കാണും. അതിന് നമ്മളതിൽ പോയി കൈ കടത്തേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ കാട്ടിലൊക്കെ പോവുകയാണെങ്കിലും അവരെ ഫുഡ് നമ്മൾ കഴിച്ച് തിന്നാഞ്ഞാൽ മതി. കാരണം നമുക്ക് ഫുഡ് വേണമെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അവർക്ക് വാങ്ങാൻ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും വൈൽഡിലോ കാട്ടിലോ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന പഴങ്ങളൊന്നും പറിച്ച് നമ്മൾ കഴിക്കാതിരിക്കുക. അത് പക്ഷികളും മൃഗങ്ങളൊക്കെ ആയിട്ട് തിന്നു പോയിക്കോളും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ഈ അനിമലിനെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഐ ഫോക്കസ് തന്നെ ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. കാരണം ഇതിൽ നമ്മൾ ഫോക്കസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് എനിമൽ ഐ എന്ന് പറഞ്ഞ് കൊടുക്കണ്ട. എനിമലും ഐയും സ്നേക്കും ഒക്കെ കിട്ടണം. അതുപോലത്തെ ഒരു ഒക്കെ കൂടി കിട്ടുന്ന ഒരു ഓട്ടോ ഡിറ്റക്റ്റിംഗ് സംവിധാനം കൂടെ നമ്മളെ ഈ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ അവസരത്തിനൊത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനും കൂടി പറ്റിയ രീതിയിലാണ് ഈ ഒരു ട്രാവൽ ക്യാമറ ആയിട്ട് ഞാൻ പറയാൻ പോകുന്ന ഈ ട്രാവൽ ക്യാമറ ആയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നിക്കോൺ Z50-2. ഇത് നിങ്ങൾക്ക് ട്രാവലിംഗ് മാത്രമല്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി പിക്ചേഴ്സ് ഇതിൽ എടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി പിക്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് ബോഡി എത്ര ലുക്കിന് വെയിറ്റ് കുറവാണെങ്കിൽ ലുക്കിന് അത്ര ചെറുതല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നല്ല പടം എടുക്കാൻ പറ്റും. നിങ്ങളൊരു 85mm 35mm ലെൻസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്യാമറയാണ് നിക്കോൺ Z50-2. അടിപൊളി ട്രിപ്പായിരുന്നു, അടിപൊളി യാത്രയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.